ഹലോ എവ്രിവൺ, വെൽക്കം വെൽക്കം വെൽക്കം. ഇന്നത്തെ നമ്മുടെ പ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും, അപ്പൊ ഞാൻ ജസ്റ്റ് എന്നെ പരിചയപ്പെടുത്താണ്. ഞാൻ സുജാ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ ആണ്, സെലിബ്രിറ്റി കോച്ച്, അതുപോലെ ബിസിനസ് കോച്ച്. നിങ്ങളുടെ ഡ്രീം ലൈഫ് നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മുടെ ഈ ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോ ഇതില് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനല് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതുപോലെ വരുന്ന ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സയന്റിഫിക് വേസ്, 3 സയന്റിഫിക് വേസ് ടു സ്റ്റേ മോട്ടിവേറ്റഡ് ഓൾവേസ്, അല്ലെങ്കിൽ സ്റ്റേ മോട്ടിവേറ്റഡ് ഡെയിലി. നമുക്ക് എപ്പോഴും നല്ല ഹൈ മോട്ടിവേറ്റഡ് ആയിരിക്കാൻ സഹായിക്കുന്ന സയന്റിഫിക് വേസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴും എങ്ങനെ മോട്ടിവേറ്റഡ് ആയിരിക്കാം, അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ നഷ്ടപ്പെടാറുണ്ടോ? അതായത് ചില മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, എനിക്കത് നേടണം എന്നുള്ള ആ ഒരു ആഗ്രഹമൊക്കെ ഇങ്ങനെ വരും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡൗൺ ആയി പോകും, അല്ലെ? അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട. ഈ ഒരു വീഡിയോ ഫുൾ ആയി കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ആക്ച്വലി എന്താണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ മോട്ടിവേഷണൽ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാറുള്ളവരാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോ ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ഹൈ മോട്ടിവേഷൻ കിട്ടും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ സിറ്റുവേഷൻസ് വരുന്നു, ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും ഒക്കെ പറയുന്നു, അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഡൗൺ ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലെ? അപ്പൊ ഇത് സ്ഥിരമായി നിലനിർത്താനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സെറ്റിംഗ് സ്പെസിഫിക് അച്ചീവബിൾ ഗോൾസ് എന്നുള്ളതാണ്. എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കാൻ സഹായിക്കുന്ന സയന്റിഫിക് ആയിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോള് നമ്മൾ സെറ്റ് ചെയ്യണം, ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യണം. ജീവിതത്തില് ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. പലരും ലൈഫ് ജീവിക്കുന്നുണ്ട്, നമ്മൾ പറയില്ലേ ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വെറുതെ പോകുന്നുണ്ട്. രാവിലെ എഴുന്നേക്കുന്നു, കഴിക്കുന്നു, കുടിക്കുന്നു, ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു, ഇങ്ങനെ അങ്ങ് പോവാണ്. പ്രത്യേകിച്ച് ജീവിതത്തിൽ എന്താണ് ലക്ഷ്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകണം, ദൈവം അളന്നിട്ട ജീവിതം എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് ജീവിച്ച് തീർക്കണം എന്ന് പറഞ്ഞ് ജീവിച്ചു പോകുന്ന കുറേ അധികം പേരുണ്ട്. ഈ ലോകത്ത് വ്യക്തമായിട്ടുള്ള ഗോള് സെറ്റ് ചെയ്യുന്നവർ വെറും 3% എന്നുള്ളതാണ് സയന്റിഫിക് സ്റ്റഡീസ് പറയുന്നത്. അതിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ശരിക്കും റിട്ടൺ ഗോൾസ് ഉള്ളത് 1% ആളുകൾക്ക് മാത്രമാണ്. പലർക്കും ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് എഴുതപ്പെട്ട ലക്ഷ്യങ്ങളില്ല എന്നുള്ളതാണ്. ഡോക്ടർ എഡ്വിൻ ലോക്സിന്റെ ഗോൾ സെറ്റിംഗ് തിയറി പറയുന്നത് കൃത്യമായും വ്യക്തമായുമുള്ള ഗോള് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പെർഫോമൻസ് ഹൈ ആക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഓരോരുത്തരും തീരുമാനിക്കുക, എനിക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത്, എന്താണ് എന്റെ ലൈഫിന്റെ ലക്ഷ്യം, ഞാൻ എന്തൊക്കെയാണ് എനിക്ക് നേടാൻ ആഗ്രഹമുള്ളത്. ഓരോരുത്തരും ചിന്തിക്കുക. നമ്മുടെ ലക്ഷ്യങ്ങളെ പ്രണയിക്കുക, സ്വപ്നങ്ങളെ പ്രണയിക്കുക, അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കൺസെപ്റ്റ് ആണല്ലേ സ്വപ്നങ്ങളെ പ്രണയിക്കുക എന്ന് പറയുന്നത്. അപ്പോ ഞാൻ എന്റെ ലൈഫിൽ ഒരു സമയം ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് ബെഡ് റൺ, സ്റ്റേജ് ക്യാൻസൽ. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നമ്മൾ പറയില്ലേ നിറം കെട്ട ആ ഒരു സ്വപ്നം കാണാൻ പോലും ഭയക്കുന്ന ആ ഒരു സമയം, ഇനി ജീവിതത്തിൽ മുമ്പോട്ട് എന്ത് ചെയ്യും, എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് പോലും ഉറപ്പില്ലാതിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. ഞാൻ കണ്ട സ്വപ്നങ്ങൾ, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, ഞാൻ ഒരുപാട് റിസർച്ചുകൾ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ശരിക്കും നമ്മുടെ മനസ്സിന്റെ ശക്തി, അനന്തമായിട്ടുള്ള പവർ, സബ് കോൺഷ്യസ് മൈൻഡിന്റെ അൺലിമിറ്റഡ് പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ആഗ്രഹിക്കുന്നതൊക്കെ നേടാമെന്ന്. അങ്ങനെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു കട്ടിലിൽ മുകളിലേക്ക് ഫാനും നോക്കി കിടന്ന് മടുത്തപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും ലൈഫിൽ നമ്മൾ പറയില്ലേ ഒരു കച്ചിത്തുരുമ്പ്, ഒന്ന് ശ്രമിച്ചു നോക്കാം. നമ്മൾ ശ്രമിച്ചു നോക്കുന്നതിൽ നമുക്ക് എന്താ നഷ്ടം വരുന്നത്? അങ്ങനെ ഞാൻ ശ്രമിച്ചു നോക്കി, ഇതൊക്കെ സത്യമാണോ എന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാൻ നിരന്തരം സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി.
എന്റെ ജീവിതം എങ്ങനെയായി തീരണം എന്നുള്ള സ്വപ്നങ്ങളെ നിരന്തരം കണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ കണ്ട ആ സ്വപ്നത്തെക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫിലാണ് ഞാൻ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സ്ട്രീംലി ഹാപ്പി. കാരണം നമ്മള് പിന്നെ ഗോൾഡ് ക്ലാസ്സിൽ ഒരു ഇമോഷണൽ ഫ്രീക്വൻസി ട്രാക്കർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ സ്റ്റുഡൻസിനെ കാണിച്ചു കൊടുക്കാറുണ്ട്. അതിനകത്ത് നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് അല്ലാതെ ഒന്നും ട്രാക്ക് ചെയ്യാനില്ല, ഫുൾ ടൈം ഹാപ്പിനെസ്. അപ്പൊ അതിലേക്ക് എത്തുന്ന ഓരോരുത്തരും ആ ഒരു ലെവൽ ഓഫ് ഹാപ്പിനെസ്സിലേക്ക് എത്തുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ലൈഫിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താ? ഹാപ്പിനെസ് ആണ്, അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ ഓരോരുത്തരും കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ നമുക്ക് ആത്യന്തികമായിട്ട് വേണ്ടത് എന്താണ്? സന്തോഷമാണ്. ലോകത്ത് സന്തോഷം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ട്? എല്ലാവർക്കും വേണ്ടത് സന്തോഷമാണ്. എൻഡ് ഓഫ് ദ ഡേ മനസ്സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയണം, സന്തോഷം വേണം, സമാധാനം വേണം. ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ കൃത്യമായിട്ടുള്ള ഗോളൊക്കെ സെറ്റ് ചെയ്ത് ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ ജീവിക്കണം. ലക്ഷ്യമില്ലാത്തവർക്കാണ് മോട്ടിവേഷൻ ഇല്ലാത്ത. ഈ ലക്ഷ്യമില്ലാത്തവർ എന്ത് ചെയ്തറിയാം? മറ്റുള്ളവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി, അതിനുവേണ്ടി ഇപ്പം ചില പിന്നെ ഒരു വാല്യൂം ആഡ് ചെയ്യാത്ത ചില യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചുമ്മാതെ കണ്ടിങ്ങനെ ടൈം പാസ് ചെയ്ത് പോകുന്നവരുണ്ട്. അവരെന്താ ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അത്രത്തോളം ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടീച്ചർ ഓരോ വീഡിയോസിലും പറയുന്നത്. ഈ വീഡിയോസ് ഒക്കെ കണ്ട നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ആ ഒരു പ്രചോദനം കിട്ടുന്ന, നമുക്ക് അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള വീഡിയോസ് ആണ്. ചില വീഡിയോസ് ഒക്കെ ആണ് പ്രത്യേകിച്ച് നമുക്ക് ഒരു വാല്യൂ ഉണ്ടാവില്ല, ചുമ്മാതെ ഇങ്ങനെ ടൈം പാസ് ചെയ്ത് പോകാമെന്ന് തോന്നുന്ന ചില വീഡിയോസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോരുത്തരും പോയി ആ വീഡിയോസ് കണ്ട് ഒരെണ്ണം കണ്ട് രണ്ടെണ്ണം കണ്ട് ഇങ്ങനെ ചുമ്മാതെ ടൈം പാസ് ചെയ്യുമ്പോൾ നമുക്കേ സ്വന്തമായിട്ട് ലക്ഷ്യമൊന്നുമില്ല. ആ വ്യക്തിയുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ ഒരു വിഡ്ഢിയെ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ചിന്തിക്കുക, ഓരോരുത്തരും ചിന്തിക്കുക, എനിക്ക് ഈ ഭൂമിയിൽ ദൈവം എനിക്ക് നല്ലൊരു ജീവിതം തന്നിട്ട് ഈ ഒരു ജീവിതത്തില് എനിക്ക് ഒരു ലക്ഷ്യങ്ങളും നേടാതെ ഇങ്ങനെ ഒരു പരാജിതനെ പോലെ തല കുമ്പിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകാനാണോ ഞാൻ വന്നത്? അതോ എനിക്ക് സ്വപ്നങ്ങൾ നേടണോ? അതാണ് ടീച്ചർ പറഞ്ഞ ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ്. സ്വപ്നങ്ങളെ പ്രണയിക്കുക. അപ്പൊ നമ്മൾ വേറൊരു വ്യക്തിയെ പ്രണയിക്കുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി ഇല്ല ആ വ്യക്തി നമ്മളെ തേച്ചിട്ട് പോകില്ലെന്നൊന്നും ഗ്യാരണ്ടി ഇല്ല. പിള്ളേരുടെ കേസാണേ പറഞ്ഞത്. പക്ഷെ നമ്മള് സ്വപ്നങ്ങളെ പ്രണയിച്ചാൽ ഇറ്റ്സ് ഗ്യാരണ്ടീഡ്. അത് ആ സ്വപ്നങ്ങൾ ഒരിക്കലും നമ്മളെ ചതിക്കില്ല എന്ന് ഉറപ്പാണ്. ആ സ്വപ്നങ്ങളെ മുറുകെ പിടിക്കുക, ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. അൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തില് പൗലോ കൊയ്ലോ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ സെന്റൻസ് ഉണ്ട്. നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ആ ആഗ്രഹം നടത്തി തരാൻ വേണ്ടി നമുക്ക് വേണ്ടി ഗൂഢാലോചന ചെയ്യുമെന്നാണ്. അപ്പൊ നമ്മള് എന്ത് ചെയ്യുക? നിങ്ങൾ ആ സ്വപ്നം എന്താണോ അതിനെ അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുക. ശരിക്കും പറഞ്ഞാൽ പലർക്കും ഒരു ബേണിംഗ് ഡിസയർ അല്ല, അവരിങ്ങനെ കിട്ടിയാൽ കൊള്ളാം. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഫിനാൻഷ്യൽ ഫ്രീഡം നേടണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഇതിലുണ്ടോ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്, സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണം. പക്ഷെ എന്ത് ചെയ്യും? വർക്ക് ചെയ്യത്തില്ല. അതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ട സമയം എത്തുമ്പോഴത്തേക്ക് എന്താണോ കൃത്യമായിട്ട് ഗോളും കാര്യങ്ങളും ഒന്നുമില്ല, എങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങ് പോകണം, അല്ലെ? ഉഴപ്പി അങ്ങ് പോകുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ലക്ഷ്യങ്ങൾ നേടാൻ പറ്റാതെ പോകും. നമ്മൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുക, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുക. നമ്മുടെ ഫോക്കസ് അവിടെ ഇവിടെ ഒന്നും കൊടുക്കാതെ കൃത്യമായിട്ട് വേണ്ടതിലേക്ക് ഫോക്കസ് ചെയ്ത് നിന്ന് നല്ല സന്തോഷമായിട്ട് എപ്പോഴും ഇരിക്കും. എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കും, ടീച്ചർ എങ്ങനെയാ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് നല്ലൊരു പ്യുവർ ആയിട്ടുള്ള ഒരു മൈൻഡ് വേണം. നമ്മുടെ മനസ്സ് അത്രയും ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത്രയും നന്മയുണ്ട്. നമ്മളെ വേദനിപ്പിച്ചവരോട് പോലും ഫൊർഗീവ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ട്. എല്ലാവരെയും അൺകണ്ടീഷണലി സ്നേഹിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സുണ്ട്. മനസ്സിനകത്ത് യാതൊരു മാലിന്യങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് ആ ചിരി ഉള്ളിൽ നിന്ന് വരും. ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഹാപ്പിനെസ് പുറത്തേക്ക് വരണം. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ തീരുമാനിക്കുക, എന്തൊക്കെയാണ് ജീവിതത്തിൽ നേടേണ്ടത് തീരുമാനിക്കുക, ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക. അത് സ്പെസിഫിക് ആയിരിക്കണം. ഇപ്പോ ഐ വോണ്ട് ടു ഗെറ്റ് ഫിറ്റ് എന്ന് പറയുന്നതിന് പകരം, അതായത് എനിക്ക് ഫിറ്റ് ബോഡി വേണമെന്നല്ല, ഐ വോണ്ട് ടു റൺ 5 കിലോമീറ്റേഴ്സ് ഇൻ 30 മിനിറ്റ്സ് എന്നാണ് നമ്മൾ അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ തീരുമാനിക്കുക. എനിക്കൊരു കാർ വേണം. ഏത് കാറ്? എങ്ങനെയുള്ള കാറ്? സൺറൂഫ് ഉള്ളത് വേണോ, അല്ലാത്തത് വേണോ? എനിക്കൊരു വീട് വേണമെന്നല്ല, എനിക്ക് ഇത്ര സ്ക്വയർ ഫീറ്റിന്റെ വീട്, ഇന്ന സ്ഥലത്ത്, ഇന്ന രീതിയിലുള്ള ഒരു വീട്, 2 നില വീട്. കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ചോദിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. മേക്ക് ഇറ്റ് അച്ചീവബിൾ. നമുക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, നമ്മള് ഇപ്പൊ ഒരു വീട്ടമ്മയ്ക്ക് 10,000 രൂപ പോലും വരുമാനമില്ല, പക്ഷെ ആഗ്രഹിക്കണം എനിക്ക് 10 ലക്ഷം രൂപ ഇപ്പൊ വേണം. നമ്മൾ ആദ്യം ചെറിയ സ്മോൾ വലിയ ലക്ഷ്യത്തെ 10 ലക്ഷം രൂപ നേടാൻ പറ്റില്ല എന്നല്ല, അതിനെയൊക്കെ ചങ്ക് ഡൗൺ ഇൻറ്റു സ്മോൾ പീസസ്, കുഞ്ഞു പീസ് ആക്കിയിട്ട് എന്ത് ഓരോരോ ചെറിയ ലക്ഷ്യത്തിലേക്ക്. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ആദ്യം
10,000 രൂപ എഴുതി വെച്ചു, അത് 20,000 ആക്കി, 30,000 ആക്കി, 50,000 ആക്കി, 1,00,000 ആക്കി. ഇങ്ങനെ മെല്ലെ മെല്ലെ അത് കൂട്ടി ആ ഓരോ സ്റ്റെപ്പും അച്ചീവ് ചെയ്യുമ്പോഴല്ലോ ഭയങ്കര സന്തോഷമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ എന്റെ സന്തോഷത്തിന്റെ മറ്റൊരു സീക്രട്ട്, ഞാൻ ഭയങ്കരമായിട്ട് ഗോള് സെറ്റ് ചെയ്യുന്ന ഒരാളാണ്. ആ ഗോളിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയില്ലേ, നമ്മള് അത്രത്തോളം അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും അതിനുവേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു എന്തൂസിയാസം നിലനിർത്താനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നേടാൻ പറ്റുന്ന ചെറിയ ചെറിയ ഗോൾസ് ആദ്യം സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുമ്പോഴല്ലോ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, നമ്മുടെ വിശ്വാസം കൂടെ പിന്നെ വലുത് അങ്ങനെ ഒരു ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ നേടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ട്രാക്ക് യുവർ പ്രോഗ്രസ്. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ജേണൽ നിങ്ങൾ അതിനായിട്ട് വെക്കുക. നിങ്ങളുടെ ആ ഒരു പ്രോഗ്രസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം എന്താണ്, മിക്കവരുടെ സ്വഭാവം അറിയാലോ, നമ്മൾ ഒരു ന്യൂ ഇയർ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ് തലേ വർഷം ഡിസംബർ 31 ഭയങ്കരമായിട്ട് പ്രതിജ്ഞ എടുക്കുക, അടുത്ത 2024 ഞാൻ പൊളിക്കും, തകർക്കും, സൂപ്പർ ആക്കും എന്ന് പറഞ്ഞ് ഗോൾ സെറ്റ് ചെയ്യുന്നു, വിഷൻ ബോർഡ് ചെയ്യുന്നു. എത്ര ദിവസം? ഒരാഴ്ച പോയാൽ വലിയ കാര്യം, പിന്നെയും ചങ്കരൻ തെങ്ങമ്മേ തന്നെ ദേ കിടക്കും. മാക്സിമം ആളുകളുടെയും പ്രശ്നം എന്താണ്? ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി ഇല്ല. കുറച്ചു ദിവസം ചെയ്യും, പിന്നെ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ടീച്ചർ ഈ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് ഒക്കെ 30 days അതിങ്ങനെ വെച്ചേക്കുന്ന, എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്, വരുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. ആ ട്രാക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ ആരെങ്കിലും ഒന്ന് പുഷ് ചെയ്ത് ചെയ്യിക്കാതെ നമ്മൾ ചെയ്യില്ല. നമ്മൾ പറയല്ലേ, നമ്മളെ ആരെങ്കിലും ഒന്ന് ഉന്തി തള്ളണം, എങ്കിലേ നമുക്കത് ചെയ്യാനായിട്ട് തോന്നുള്ളൂ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസുകൾ ചെയ്താലേ നമുക്ക് റിസൾട്ട് കിട്ടും. നമുക്ക് പലപ്പോഴും ആ ഒരു മോട്ടിവേഷൻ നഷ്ടപ്പെട്ടു പോകും. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വരും, സ്ട്രഗിൾസ് ഒക്കെ വരട്ടെ എന്ന്. ഈ സ്ട്രഗിൾസ് ഒക്കെ വരുമ്പോൾ അതിന്റെ മുമ്പിൽ പകച്ചു നിൽക്കാതെ, വിഷമിക്കാതെ എന്ത് ചിന്തിക്കണം? ഇതെല്ലാം എന്റെ നല്ലതിനാണ്, ജീവിതത്തിൽ എന്ത് വന്നാലും നല്ലത് എന്ന് ചിന്തിക്കുക. കാര്യം അത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ട്രഗിൾ വരുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിയും കൊണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു സ്ട്രഗിളിനെയൊക്കെ പോസിറ്റീവായിട്ട് തരണം ചെയ്ത് ഓരോ മൈൽ സ്റ്റോൺസ് ഇങ്ങനെ അച്ചീവ് ചെയ്ത് പോവുക. അപ്പൊ നമ്മുടെ ഓരോ പ്രോഗ്രസിനെയും നമ്മൾ എന്ത് ചെയ്യാം, ട്രാക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഇത് നമ്മളെ മോട്ടിവേറ്റഡ് ആയി ഇരിക്കാൻ സഹായിക്കും. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഓരോ ലെവൽ ഇങ്ങനെ അച്ചീവ് ചെയ്ത് പോകുന്നത്. അപ്പം ഓരോ മൈൽ സ്റ്റോണും നമ്മളിങ്ങനെ നേടി കഴിയുമ്പോൾ നമ്മുടെ ഹാപ്പിനെസ്സും മോട്ടിവേഷനും തന്നെ കൂടിക്കൊണ്ടിരിക്കും. ഇനി മെത്തേഡ് നമ്പർ 2 എന്ന് പറയുന്നത് യൂസിങ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ളതാണ്. ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തോണ്ടിരിക്കുക. അതായത് നിങ്ങൾ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നിങ്ങളെ റിവാർഡ് ചെയ്യുക. റിവാർഡ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഞാൻ എനിക്ക് കൊടുക്കുന്ന റിവാർഡ് ഞാൻ പറഞ്ഞു. എന്റെ ഒരു പോളിസി 6 days പണിയെടുക്കുക, 7ാമത്തെ ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്യുക. അപ്പം സൺഡേസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് 6 days വർക്ക് ചെയ്തിട്ട് സൺഡേസിൽ ഒന്ന് ഫാമിലി ആയിട്ടൊന്ന് ഔട്ടിങ്ങിന് പോകാം. 6 days എനിക്ക് നല്ലതുപോലെ വർക്കിന്റെ തിരക്കുകളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം സെലിബ്രിറ്റി കോച്ചിങ് ആയാലും ബിസിനസ്സുകാർക്കുള്ള കോച്ചിങ് ആയാലും നമുക്ക് പിന്നെ അല്ലാത്ത ക്ലാസ്സുകളായാലും ഒക്കെ ആയിട്ട് നല്ല തിരക്കും കാര്യങ്ങളും. അപ്പൊ ഫുള്ള് നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് നമുക്കൊരു എന്താ പറയാ, ഒരു റിലീഫ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ മൊബൈല് ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവുന്ന പോലെ ഇങ്ങനെ ഹാങ് ആയിപ്പോ. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ 6 ദിവസം നന്നായിട്ട് പണിയെടുത്തിട്ട് 7ാമത്തെ ദിവസം എനിക്കൊന്ന് നമ്മള് മൊബൈലൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്തില്ല, അതുപോലെ എനിക്ക് തന്നെ ഒരു പോസ് കൊടുത്ത് ഞാനതൊന്ന് മനസ്സിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് മനസ്സിനെ ഒന്ന് ഹാപ്പിനെസ്സിലേക്ക് ഇങ്ങനെ നിറച്ച് എന്നെ ചാർജ് ചെയ്ത് എനർജറ്റിക് ആക്കിയിട്ട് 7ാമത്തെ ദിവസം എന്ത് ചെയ്യും, ഒരു ഔട്ടിങ്ങിനൊക്കെ പോയി നല്ല നേച്ചറുമായിട്ട് കണക്ട് ആയിട്ടുള്ള പ്ലേസിലേക്കൊക്കെ ഔട്ടിങ്ങിന് പോയി ഫുൾ ചാർജ്, ബാറ്ററി വീണ്ടും ചാർജ് ആക്കിയിട്ട് അടുത്ത ഒരാഴ്ചത്തേക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി ഫിൽ ചെയ്യുക. അപ്പൊ ഞാൻ എനിക്ക് കൊടുക്കുന്ന ഒരു റിവാർഡാണ് 7ാമത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യുക, ഫാമിലിക്കൊപ്പം ഒരു ഔട്ടിങ് പോകുന്നുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഫുൾ ചില്ലാണ്, ബീച്ചിലൊക്കെ പോയിട്ട് ബ്ലൂടൂത്ത് സ്പീക്കർ ഒക്കെ വെച്ച് വലിയൊരു മാറ്റൊക്കെ ആയിട്ട് എല്ലാവരുടെ, ഞാനും എന്റെ ഫാമിലി, ചേച്ചിയുടെ ഫാമിലി, ചിലപ്പോൾ ബ്രദർ ഉണ്ടെങ്കിൽ ബ്രദറിന്റെ ഫാമിലി, എല്ലാവരും കൂടെ പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് ഡാൻസ് ചെയ്ത് ഫുൾ തിമിർക്കും. അപ്പം നമ്മള് എന്ത് ചെയ്യാം, 6 ദിവസം ഇങ്ങനെ പണി എടുത്തോണ്ടിരിക്കും, മനസ്സ് ഓർമ്മിക്കുമോ, ഹെവി വർക്കാണല്ലോ, നല്ല വർക്ക് ഉണ്ടല്ലോ, അപ്പോഴൊക്കെ ഓർക്കുമോ സൺഡേ വരുമ്പോ അന്ന് പോവാല്ലോ, ഔട്ടിങ്ങിന് പോവാല്ലോ, എൻജോയ് ചെയ്യാം. അപ്പൊ അതെനിക്കൊരു റിവാർഡാണ്. അപ്പൊ എനിക്ക് വർക്ക് ചെയ്യാനുള്ളൊരു എനർജി കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു റിവാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പൊ അത് ചിലപ്പോൾ ഒരു ചെറിയൊരു ട്രീറ്റ് ആയിരിക്കും, നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ട്രീറ്റ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം എനിക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു ചെറിയ ട്രീറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാനിപ്പോ ഇങ്ങനെ 6 ദിവസം പണിയെടുത്തിട്ട് 7ാമത്തെ ദിവസം ഒരു റെസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഔട്ടിങ് കൊടുക്കുക, നമുക്ക് പിന്നീടുള്ള ലൈഫിൽ ഇതൊക്കെ നല്ല മെമ്മറീസ് ആയിരിക്കും. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് നല്ല വൈബുള്ള റെസ്റ്റോറന്റിലൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ആ വൈബൊക്കെ ഓർക്കും ഭയങ്കര സന്തോഷം, നല്ല മെമ്മറീസ് ആണ്. അപ്പം
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് ഇന്നൊരു ഗിഫ്റ്റ് കൊടുക്കും, ഇന്നൊരു അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലെ ഇന്നൊരു ടാസ്ക് എത്തിക്കഴിയുമ്പോൾ ഞാൻ എനിക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കും. ഇപ്പം നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്ക് ഗിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫേവറേറ്റ് മൂവി, ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഫേവറേറ്റ് മൂവി ഞാൻ കാണും. പിന്നെ വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ ചിലർക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പൊ അതിന് തീരെ മോട്ടിവേഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്തിട്ട് ഞാൻ എന്തായാലും എന്റെ ഫേവറേറ്റ് കോമഡി ഷോ അതിന്റെ ഒരു എപ്പിസോഡ് ഞാൻ ഇത് കണ്ടിരിക്കും. ഇങ്ങനെ എന്ത് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു റിവാർഡുകളായിരിക്കും. ഭയങ്കര സംഭവം വേണമെന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഐറ്റം, പായസം ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ അടപ്പായസം ഭയങ്കര ഇഷ്ടമാണ്, ഇന്ന് എന്തായാലും ഞാൻ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഇത് ഞാൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്യും. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു റിവാർഡ്സ് ഒക്കെ കൊടുക്കുക. അപ്പൊ ഈ റിവാർഡ് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, വർക്ക് ചെയ്ത് തുടങ്ങും. മനസ്സിലാവുന്നു? അപ്പൊ ഇതിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യണം. ഇന്നൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു റിവാർഡ് കൊടുക്കും. പോസിറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ നമുക്ക് കൊടുക്കുമ്പോ ഇതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ഇത് വീണ്ടും 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 നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം ലഭിക്കുകയും ചെയ്യും. അപ്പൊ നമ്മളെങ്ങനെ മോട്ടിവേറ്റ് ആയിട്ട് നിർത്താൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്ത് തന്നെയാലും, ചിലർക്ക് വെയിറ്റ് ലോസ് ചെയ്യുക എന്നുള്ളതായിരിക്കാം. അപ്പം നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിനകത്തുള്ള ഫുഡ് കൺട്രോൾ ഒക്കെ വെക്കും. ഒരു ദിവസം ഒരു ചീറ്റ് ഡേ ആയിട്ട് അല്ലെങ്കിൽ ചീറ്റ് മീൽ കഴിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഓരോ ചെറിയ 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 റിവാർഡ്സ് നിങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ഓരോരുത്തരും തീരുമാനിക്കുക, എനിക്ക് അടുത്തത് നേടേണ്ടത് എന്റെ ലക്ഷ്യമാണ്. ആ ഒരു ലക്ഷ്യത്തെ മുറുകെ പിടിക്കാം, അത് അച്ചീവ് ചെയ്ത് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഇന്ന റിവാർഡ് കൊടുക്കും, അത് നേടിക്കഴിയുമ്പോൾ അടുത്ത ഞാൻ ഇന്ന റിവാർഡ് കൊടുക്കും. ഇങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ലക്ഷ്യം നേടും, അത് കഴിയുമ്പോൾ ഞങ്ങൾ അടുത്ത ഗോൾ സെറ്റ് ചെയ്ത്, ഞാൻ പിന്നെ സിംഗിൾ ഗോൾ സെറ്റർ അല്ല, എന്റെ ഫാമിലിക്കൊപ്പമാണ് ഞങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത്, ഫാമിലി ഗോൾ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പം ഒരു ഗോൾ ഇപ്പൊ ഞങ്ങളത് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അത് നേടിക്കഴിയുമ്പോൾ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കും, അത് നേടിക്കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഈ സ്വപ്നങ്ങളെ പ്രണയിച്ച് ജീവിക്കുക. അവിടെ ആവുമ്പോൾ ജീവിതത്തിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആ ഒരു സന്തോഷം വരും. ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ, ഒരു ലെവൽ ഓഫ് ഹാപ്പിനെസ് ഉണ്ട്. അതൊക്കെ നമുക്ക് വാക്കുകൾ കൊണ്ട് ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാരും അതൊക്കെ ചെയ്യണമെന്നാണ് ടീച്ചർ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും തിരക്കുകൾ ഉണ്ടായിട്ടും സൺഡേ വന്ന് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് എടുത്തു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷമുണ്ട്, ഞാൻ അനുഭവിക്കുന്ന ആ ഒരു സമാധാനമുണ്ട്, ഞാൻ അനുഭവിക്കുന്ന അലൈൻമെന്റിന്റെ ഒരു സുഖമുണ്ട്. അതെന്റെ എല്ലാ കൂടപ്പിറപ്പുകളും അറിയണം. നിങ്ങളിലേക്കൊക്കെ ആ ഒരു സന്തോഷം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് തരണം. കാര്യം ഇന്ന് വരെ അലൈൻമെന്റിൽ എത്തിയിട്ടില്ലാത്തൊരു വ്യക്തി അതിന്റെ സുഖവും സന്തോഷവും അറിഞ്ഞിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ, ഷോ ടീച്ചർ എന്നും ഈ അലൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഇത്രയും സുഖമുള്ള സന്തോഷമുള്ള ഒരു അവസ്ഥയായിരുന്നു. കാര്യം ചുറ്റും എന്ത് നടന്നാലും ഇതൊന്നും നമ്മളെ എഫക്ട് ചെയ്യില്ല. നമ്മൾ ഓൾവേസ് ഹാപ്പി. ചുറ്റും നിന്ന് നെഗറ്റീവ് ആളുകൾ കൂകി വിളിക്കും, സിറ്റുവേഷൻസ് വരും, എന്തെല്ലാം വെല്ലുവിളി വന്നാലും ഇറ്റ് ഡസന്റ് മാറ്റർ. നമ്മുടെ ഫോക്കസ് എപ്പോഴും നമ്മുടെ സക്സസിലേക്ക്, നമുക്ക് ജീവിതത്തിൽ വേണ്ടുന്നതിലേക്കും ഒക്കെ കൊടുത്തിട്ട് എപ്പോഴും ഒരു പരമാനന്ദത്തിന്റെ പരകോടിയിലിരിക്കുന്ന ഒരു അവസ്ഥ, സന്തോഷത്തിന്റെ ആ ഒരു അവസ്ഥ. ശരിക്കും അലൈൻമെന്റിൽ ഉള്ളവര് ഐ ആം ഇൻ അലൈൻമെന്റ് എന്ന് കമന്റ് ഇടും കേട്ടോ. അപ്പൊ അലൈൻമെന്റിൽ ഉള്ളവർക്കറിയാം. അലൈൻമെന്റിൽ ഉള്ളവരടുത്ത് നിങ്ങൾ ആ അലൈൻമെന്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ചില ഫീലിങ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഫീലിങ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഐസ്ക്രീം നിങ്ങൾ കുടിക്കാം. നിങ്ങൾ ഐസ്ക്രീമിന്റെ ടേസ്റ്റ്, ഇന്ന് വരെ ഐസ്ക്രീം കഴിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് നിങ്ങൾ ഐസ്ക്രീം കഴിച്ചതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഐസ്ക്രീം നല്ല മധുരമാണ്, കഴിക്കുമ്പോൾ ഇങ്ങനെ തണുപ്പുണ്ട്, വേറെന്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക, നല്ല രസമാണെന്ന് പറയാൻ പറ്റും. പക്ഷെ അത് കഴിക്കുമ്പോൾ ആ ഒരു സുഖം, ഒരു സന്തോഷം, ഒരു ആത്മ നിർവൃതി അല്ലെ എന്ന് പറഞ്ഞതുപോലെ ഈ അലൈൻമെന്റിന്റെ സുഖം നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറത്താണ്. അപ്പൊ ഓരോരുത്തരും ആ അവസ്ഥയിലേക്ക് എത്തണം. അപ്പോ നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് ബേസിക് ക്ലാസ് ആണ്. അപ്പൊ അതിനകത്ത് ടീച്ചർ അലൈൻമെന്റിലേക്ക് എത്താൻ വേണ്ടുന്ന ഓരോ ദിവസവും 30 ഡേയ്സ് ഓരോരോ ദിവസവും ഓരോരോ പ്രാക്ടീസ് വെച്ച് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഓരോ സ്റ്റുഡൻസ് പറയും, ടീച്ചർ ഞാൻ എത്തി, ടീച്ചർ പറയുന്ന അലൈൻമെന്റ് എനിക്ക് കിട്ടി, ഞാൻ ആ അലൈൻമെന്റിലാണ്, ഞാൻ അത്രയും സന്തോഷത്തിലാണ്. അങ്ങനെ അവർ ആ ഒരു അലൈൻമെന്റിലേക്ക് അടുത്ത ഈ ഗോൾഡ് ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ നമ്മൾ പറയില്ലേ, അതിന്റെ ബാപ്പാണ് നമ്മുടെ ഗോൾഡ് മെമ്പർഷിപ്പ് ക്ലാസ്. അവിടെ എത്തുമ്പോൾ ഫുൾ ഹീലിംഗ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യുന്നു, പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോകുന്നു നമുക്കുള്ള പലതരത്തിലുള്ള ബ്ലോക്കുകൾ കൊണ്ടായിരിക്കും. അപ്പൊ ആ ബ്ലോക്കുകൾ മാറാൻ സഹായിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ഹീലിംഗ് മെത്തേഡ്സും ഞാൻ ഗോൾഡിൽ ഇട്ടിട്ടുണ്ട്. കാര്യം എല്ലാവർക്കും പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഹീലായി, അവർ ഉള്ളുകൊണ്ട് അത്രയും ഹീലായി കഴിയുമ്പോൾ അവരുടെ വൈബ്രേഷൻ ഉയരുകയും ആ അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്തി അവർ ആ ലൈഫിന്റെ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് അവർക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ലൈഫ് പർപ്പസ് ഐഡന്റിഫിക്കേഷൻ ഒക്കെ ഞാൻ അതിനോടൊപ്പം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്.
അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി നമ്മളുടെ ലൈഫിൽ ശരിക്കും പറയാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരണമെങ്കിൽ നമ്മൾ ഇതുപോലെ പഠിച്ചുകൊണ്ടേയിരിക്കണം, ഒരുപാട് പഠിക്കണം, അറിവ് നേടണം. പലർക്കും ബാക്കിയുള്ള കാര്യത്തിന് എല്ലാത്തിനും പൈസ ചെലവാക്കാൻ അവർക്ക് ഒരു മടി ഉണ്ടാവില്ല. പക്ഷെ അവനവന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ സെൽഫ് ഡെവലപ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ എന്റെ വരുമാനത്തിന്റെ ഒരു നല്ല എമൗണ്ട് ഞാൻ ചെലവാക്കുന്നത് ഇതുപോലെ പഠിക്കാൻ, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും, അത് വാങ്ങി വായിക്കും, അറിവ് നേടും. വെറുതെ നേടുന്നല്ല, ആ അറിവുകളുണ്ടല്ലോ, ആ നോളജിനെ വിസ്ഡത്തിലേക്ക് കൺവേർട്ട് ചെയ്യും, ആ അറിവിനെ തിരിച്ചറിവുകളാക്കി മാറ്റും. ആ അറിവ് ശരിക്കും ലൈഫിൽ അപ്ലൈ ചെയ്ത് അത്രയും റിസൾട്ട് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ഞാൻ നല്ല കോഴ്സുകൾ എടുത്ത് പഠിച്ച് അതിൽ നിന്ന് അറിവ് നേടി അടുത്ത ലെവലിലേക്ക് ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യും? നമുക്ക് എപ്പോഴും ജീവിതത്തിൽ വളരാനുള്ള, വിജയിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അറിവ് നേടുക എന്നുള്ളതാണ്. ആ കിട്ടുന്ന അറിവിനെയൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്ത് എന്തോരം നമ്മുടെ ലൈഫ് മാറുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? അപ്പൊ അതിനുവേണ്ടി എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കേ, ഞാനിപ്പം ഷോർട്സിൽ ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ 2 വീഡിയോസ് അതെന്റെ പുത്രൻ ചെയ്തു തരുന്നതാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കാം. അതിൽ ഓരോ മെസ്സേജാണ്, ഓരോ ഷോർട്സിലും ഇടുന്നത് ഓരോ മെസ്സേജാണ്. വീഡിയോസ് കണ്ടില്ലാത്ത യൂട്യൂബിൽ കേട്ട ഷോർട്സ് ഭാഗം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ നമ്മള് ജീവിക്കാൻ, അതിനകത്തൊരു വേർഡ് ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ ഡൈ വിത്ത് മെമ്മറീസ് നോട്ട് വിത്ത് പിന്നെ എന്താണ് ഡ്രീംസ്. അതായത് നമ്മൾ നാളെ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നല്ല ഓർമ്മകളുമായിട്ട് ഈ ജീവിതം മൊത്തം ഞാൻ അടിച്ച് പൊളിച്ച് എൻജോയ് തീർത്തു, ഞാൻ എൻജോയ് ചെയ്തു എന്നുള്ള സന്തോഷത്തോടു കൂടി വേണം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ. അല്ലാതെ കുറെ സ്വപ്നങ്ങളുമായിട്ട് യമരാജൻ വന്ന് നിൽക്കുക, ബാ പോവാം, അയ്യോ ഞാനൊന്നും നേടിയില്ലല്ലോ, എനിക്ക് ലൈഫിൽ ഈ ആഗ്രഹം ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, പക്ഷേ ഒന്നും എനിക്ക് നേടാൻ പറ്റിയില്ല. ഒരു പരാജിതനെ പോലെ തല മുമ്പിട്ട് പോണോ? ഒരു വിജയെ പോലെ വിജയിച്ച് യെസ് ഞാൻ ജീവിച്ചു, യവരാജൻ വന്ന് വിളിക്കുക, വാ റെഡി, ഞാൻ നേടി, ഞാൻ ജീവിച്ചു എന്നൊരു സന്തോഷത്തോടെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ കഴിയും. നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ദാനമാണ് നമ്മുടെ ഈ ലൈഫ്. ഈ ലൈഫിനെ നമുക്ക് ആഘോഷമാക്കി മാറ്റണം, തിമിർക്കണം, എൻജോയ് ചെയ്യണം. അതിലെ ഓരോ നിമിഷത്തെയും സെലിബ്രേറ്റ് ചെയ്യാനും നമ്മൾ ഈ ഭൂമിയിൽ വന്ന് കിടന്ന് നരകിക്കാനും കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും ഒന്നുമല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ തീരുമാനിക്കണം, എനിക്ക് ഇവിടെ കിടന്ന് ഈ നരകിക്കാൻ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നുമല്ല, എനിക്ക് അതിന്റെ അപ്പുറത്തെ അൾട്ടിമേറ്റ് ഹാപ്പിനെസ്സിലേക്ക് എത്തണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? നമ്മള് അതിനുവേണ്ടി നിരന്തരം നമ്മളിൽ വർക്ക് ചെയ്യാം. നമ്മൾ മറ്റുള്ളവരിലല്ല, ഇവര് കാരണം, അവര് കാരണം, ഇവര് കാരണം എന്റെ ലൈഫിൽ എനിക്ക് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ആരും കാരണമല്ല. ആദ്യം തിരിച്ചറിയുക, നമ്മൾ കാരണമാണ്. നമുക്ക് വളരണം എന്നുള്ളൊരു ചിന്ത, വിജയിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന സോഴ്സസ് എല്ലാം നമ്മുടെ മുന്നിലേക്ക് വരും. അതില് ആ സോഴ്സസ് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിനെയൊക്കെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നമ്മൾ ഓരോ ദിവസം കഴിയുന്നതോറും നമ്മളിങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വിഷ്വലൈസിങ് സക്സസ് എന്നുള്ളതാണ്. വിജയത്തെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്, സക്സസ് വിഷ്വലൈസ് ചെയ്യുന്നത് വഴി നമ്മുടെ മോട്ടിവേഷൻ വർദ്ധിക്കും എന്നുള്ളത്. ഇത് നമ്മുടെ പെർഫോമൻസിനെ മെച്ചമാക്കാനും നമ്മളെ സഹായിക്കും. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് ശാന്തമായ ഒരു സ്ഥലത്തിരിക്കുക, ആരുടെ ബഹളവും ഇല്ലാത്ത സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരുന്ന് ഒന്ന് കണ്ണടച്ചിരുന്ന് 3-4 ദീർഘശ്വാസമൊക്കെ എടുത്തു വിട്ട് നിങ്ങൾ നേടാനുള്ള ആഗ്രഹം എന്താണോ അത് നേടുന്നതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും, നിങ്ങളുടെ മോട്ടിവേഷൻ വർദ്ധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, നിങ്ങളുടെ ആ ഗോൾസ് ഒക്കെ നേടിക്കഴിഞ്ഞാലുള്ള ആ ലഭിക്കാൻ പോകുന്ന സന്തോഷം, അല്ലെ? അത് ആ ഒരു സന്തോഷം നമുക്ക് ഈ നിമിഷം അനുഭവിക്കാൻ കഴിയണം. അത്രയും നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ വിഷ്വലൈസ് ചെയ്യുക. ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യനും അവൻ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ പറ്റും. അത്രയും പവർ, അൺലിമിറ്റഡ് പവർ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, കൃത്യമായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക, ഗോൾസ് നേടാനായിട്ട് വർക്ക് ചെയ്യുക. ആ ഒരു എന്തൂസിയാസത്തോടെ നിങ്ങൾക്ക് തന്നെ കുഞ്ഞു റിവാർഡ്സ് ഒക്കെ കൊടുത്ത് ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ഇന്നലത്തെ ഇതിനേക്കാൾ ഇന്ന് മികച്ചവരാകുക, ഇന്നത്തേനേക്കാൾ മികച്ചവരാകുക, നാളെ അതിനേക്കാൾ മികച്ചവരാകുക. ഒരു ദിവസവും നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് നമ്മളിൽ തന്നെ വർക്ക് ചെയ്ത് അങ്ങനെ നേടി ആരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണ്ട. നമുക്ക് സ്വയം ഉള്ളിൽ നിന്ന് ആ മോട്ടിവേഷൻ ഇങ്ങനെ വരും. എന്റെ സ്വപ്നങ്ങൾ നേടാനായിട്ട് വേറൊരാൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നു, ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ആ മോട്ടിവേഷൻ കിട്ടും. ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വർക്ക് ചെയ്യണമെന്നുള്ള അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം നമുക്ക് വരും. അതിന് സ്വപ്നങ്ങളെ പ്രണയിക്കുക, അതിനെ താലോലിക്കുക, അതിനെപ്പറ്റി മനസ്സിൽ നിരന്തരം ചെയ്യുക, അതിനെ വിഷ്വലൈസ് ചെയ്യുക, അതിനുവേണ്ടി അഫർമേഷൻസ് പറയും, ഇങ്ങനെ അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും നേടാൻ കഴിയട്ടെ എന്ന് ടീച്ചർ എല്ലാവരെയും ബ്ലസ് ചെയ്യാണ്.
ഓക്കെ, അപ്പോ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ കാണുന്നവര്, ഞാൻ ഈ ഒരു വീഡിയോക്ക് ഒരു 1000 ലൈക്സ് ആണ് പ്രതീക്ഷിക്കുന്നത്. 1000 ലൈക്ക്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യും. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.